കേരളത്തിൽ അതിശക്തമായ നിലയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF തരംഗമുണ്ടാവുകയും ആ തരംഗത്തിനിടയിലും കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും പരാജയപ്പെടാനിടയുണ്ടായ സാഹചര്യത്തിൽ വിശദീകരിച്ചുകൊണ്ട് SDPIയെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പത്രക്കാരെ കാണാൻ തീരുമാനിച്ചത്. കേരളത്തിൽ ഇത്ര വലിയ തരംഗമുണ്ടായപ്പോഴും അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് പരാജയപ്പെടാനുള്ള കാരണം കൃത്യമായി മനസ്സിലാക്കാതെ SDPIയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനാണ് കരീം ചേലേരി ശ്രമിച്ചത്. ഒരു രാഷ്ട്രീയ പക്വതയില്ലാതെ ഒരു പ്രസ്താവനയായിരുന്നു കരീം ചേലേരി നടത്തിയത്. എങ്ങനെയാണ് അഴീക്കോട് മണ്ഡലത്തിൽ പരാജയപ്പെടാനുള്ള കാരണം? UDFിനുള്ളിലുള്ള മുസ്ലിം ലീഗിലടക്കമുള്ള ഭിന്നതയാണ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ പരാജയത്തിന്റെ ജാള്യത മറച്ചു പിടിക്കുന്നതിന് വേണ്ടി തൻ്റെ പാർട്ടിക്കാരെ പോലും ഏകോപനത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ജില്ലാ പ്രസിഡന്റിന്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് SDPIക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ കണ്ണൂർ ജില്ലയിൽ BJPയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ കരീം ചേലേരി ശ്രമിച്ചിരുന്നു. തൻ്റെ സ്വന്തം വാർഡിൽ പോലും BJPയെ പരാജയപ്പെടുത്താൻ കഴിയാതെ ഒരു ജില്ലാ ലീഗിന്റെ പ്രസിഡന്റാണ് SDPIക്കെതിരെ അനവസരത്തിൽ നടത്തിയ പക്വതയില്ലാതെ പ്രസ്താവന നടത്തിയത്. കേരളത്തിൽ ആരാണ് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വർഗീയത പറഞ്ഞ് വോട്ട് വാങ്ങുന്നത് ആരാണ്? മുസ്ലിം ലീഗ് നടത്തുന്ന പ്രചരണങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. SDPI മത്സരിക്കുന്നിടങ്ങളിലും മത്സരിക്കാത്ത ഇടങ്ങളിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ഡെമോക്രസിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ആണ് SDPI പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സത്യം അബ്ദുൽ കരീം ചേലേരി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ജനാധിപത്യ രീതിയല്ല. ഇത് ഇസ്ലാമിക് ഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വടി മുസ്ലിം ലീഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. SDPIയെ ചാപ്പ കുത്തി, തീവ്രവാദം കുത്തി കുറെ കാലങ്ങളായി കരീം ചേലേരി ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കരീം ചേലേരിയെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എത്രയധികം ആളുകൾ ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ട്? എത്ര സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്? എത്ര സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് ഇത്ര വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്? അവിടെ SDPI വെല്ലുവിളിക്കുകയാണ്. SDPI നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മൾ കൃത്യമായി ജനാധിപത്യ രീതികൾ കൃത്യമായി ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. അതുകൊണ്ട് തന്നെ സ്വന്തം വീഴ്ചകൾ മറച്ചു വെക്കാൻ പാർട്ടിക്ക് നേരെ നടത്തുന്ന കുറഞ്ഞ ആരോപണങ്ങൾ നിർത്തണമെന്നാണ് കരീം ചേലേരിയോട് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് ജനവിധിയെ മാനിക്കാതെ അഴീക്കോട് മണ്ഡലത്തിലെ വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാഷ്ട്രീയ എതിരാളികളെ തീവ്രവാദ മുദ്ര കുത്തുകയും രാഷ്ട്രീയ ധാർമ്മികതയല്ല, വർഗീയ പാർട്ടി എന്നത് SDPIയേക്കാൾ കൂടുതൽ യോജിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇത്ര വില കുറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് SDPIക്ക് ആവശ്യപ്പെടാനുള്ളത്.